അപ്പോഴത്തെ വരുന്ന വഴിക്ക് കണ്ടതാണ്. ഇതാണ് പുളിക്കക്കടവ് പാലം. അപ്പോഴത്തെ നല്ല പച്ച കളറിൽ നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചെളിയാണോ എന്നറിയില്ല. ഇപ്പം ചെളി കയറുന്നുണ്ട്. അപ്പോഴത്തെ വിശാലമായ പുഴ, അത് പല വഴികളായിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട്. അവിടെ ഒരു തുരുത്തുണ്ട്. അതുപോലെ തന്നെ അതെ ഈ ഭാഗത്തും ഒരു അടിപൊളി തുരുത്ത് കാണാം. അതുപോലെ തന്നെ ബോട്ട് ജെട്ടി കാണാം. ഇതുണ്ട്, അവിടെ ഒരു തുരുത്താണ്. ഇത് എത്ര ഭാഗത്തോട്ടാണ് തിരിഞ്ഞു പോകുന്നതെന്ന് അറിയില്ല. 1-2 തുരുത്ത് നമുക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പൂവന്തുരുത്ത് പാലത്തിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. ഇത് മുഴുവൻ ചെളി ഇറങ്ങി വരുന്നുണ്ട്, വെള്ളം ഇറങ്ങി പോകുന്നത് കാണുന്നുണ്ട്. അവിടെയെല്ലാം ആ കരയിലെല്ലാം ചെളി ഇറങ്ങി വരുന്നത് കാണാം. അടിപൊളി പാലം, അടിപൊളി വൈബ്, സൂപ്പർ. ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ, ഈ ആപ്പ ഓട്ടോയുടെ സൗണ്ട് കാരണം എവിടെ നിന്നും വോയിസ് കൊടുക്കാൻ പറ്റിയല്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതിന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സാധനത്തിന് ഒരു സൈലൻസറൂടെ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എത്ര വീഡിയോ ഉണ്ടോ അത്രയും വീഡിയോ കളഞ്ഞിരിക്കുന്നത്, നല്ല പ്രധാന ഭാഗങ്ങൾ കളഞ്ഞിരിക്കുന്ന ഈ ആപ്പ ഓട്ടോ കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് ഒരു നിർത്തുണ്ട്. ഒരാവശ്യവും ഇല്ല, പോകുന്നവൻ ആ വഴിക്കങ്ങ് പോയാൽ പോരാ. ആപ്പ ഓട്ടോ ഏറ്റവും വലിയ സൗണ്ട്, നമുക്ക് സൗണ്ട് പോലും കിട്ടില്ല. ആപ്പക്കാർ കൊണ്ടുവന്നിട്ട് സൈഡിൽ ചേർത്ത് നിർത്തിയാലേ ഉള്ളൂ അവർക്ക് ആ ഇത് മാറത്തുള്ളൂ. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോഴും ഇത് തന്നെ അവസ്ഥ. സൈക്കിളിന് ചേർത്ത് ഓട്ടോക്കാർക്ക് പോയാലേ ഉള്ളൂ ആ ബുദ്ധിമുട്ട് മാറത്തുള്ളൂ. അപ്പോഴത്തെ കണ്ടൽക്കാടിൻ്റെ സൈഡിൽ ചെളിയൊക്കെ ഇറങ്ങി കിടക്കുന്നത് കാണാം. നല്ല ഒഴുക്കുണ്ട്, അത്യാവശ്യം ഒഴുക്കുണ്ട് കേട്ടോ. ഇതാണ് കേരം തിങ്ങും കേരള നാട്. പക്ഷേ കരിക്ക് പറഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വരണം, അതേ ഉള്ളൂ. അപ്പം ശരി, നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ഞങ്ങൾ സൈക്കിള് ചവിട്ടി ഇപ്പോൾ പാവറട്ടി പള്ളിയിലെത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് നീങ്ങിയതാണ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയാണ് പാവറട്ടി പള്ളി. ഇതാണ് പാവറട്ടി പള്ളി, വളരെ മനോഹരമായ ഒരു പള്ളി. വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പള്ളിയാണ്. പക്ഷേ അതിൻ്റെ ബാക്കി കൊത്തുപണികളിലാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. വിശുദ്ധ ഔസേപ്പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സാധാരണ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ജപമാല ഗ്രോട്ടോകളാണ്. ഇവിടെ ഔസേപ്പിതാവിൻ്റെ ബൈബിളിൽ ഔസേപ്പിതാവിനോട് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്.
അടിപൊളി ഒരു ക്ഷേത്രം, ഒരു ചെറിയ ക്ഷേത്രമാണ്. അപ്പോഴത്തെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ്. കണ്ടല്ലോ, ഇതുവഴിയാണ് കുന്നംകുളം റൂട്ട്. കണ്ടോ, അടിപൊളി. അപ്പോൾ ക്ഷേത്രക്കുളത്തിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ് കുന്നംകുളം ലക്ഷ്യമാക്കി. ഇത് തൃശ്ശൂർ ജില്ലയിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏരിയയാണ്. അപ്പോൾ ഇവിടെ താഴെ വന്നപ്പോഴാണ് പിള്ളേർ പറഞ്ഞത് ഇങ്ങനെയൊരു സ്ഥലം ഇവിടെയുണ്ട്. ആ പിള്ളേർ തന്നെ പോയി ടിക്കറ്റെല്ലാം എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കടക്കുകയാണ്. ഇത്ര നേരം അതിൻ്റെ ഔട്ടറിൽ കൂടിയൊക്കെ പോയി. ഇപ്പോൾ ഉള്ളിലോട്ട് എന്നാണുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. വെട്ടുകല്ല് ടൈലിലാണ് ഇതിൻ്റെ കവാടത്തിൻ്റെ ഒരു സംഭവങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. നരിമട ഹിൽ ടോപ്പ് വ്യൂ, വലത്തോട്ട് ചിൽഡ്രൻസ് പാർക്ക്, ടോയ്ലറ്റ്, കഫറ്റേരിയ ഇവയെല്ലാം ഇടതുവശത്തും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നരിമട ഹിൽ ടോപ്പ് വ്യൂ പോയിൻറ്റിലോട്ട് ഒന്ന് പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ വ്യൂ പോയിൻറ്റ്. നമ്മൾ കയറി ഒരു കുന്നിൻ്റെ മണ്ട വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കാണുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കാണാൻ പറ്റുന്നത്. രാമക്കൽമേടൊന്നുമല്ല, ഇത് തൃശ്ശൂർ ജില്ലയുടെ വടക്ക് ഭാഗത്തുള്ള ഒരു മലയാണ്. കുഞ്ഞിക്ക് ഓടി നടക്കാനൊരു കാടായി. നല്ല പുല്ല് നിറഞ്ഞ സ്ഥലമായിരുന്നു. പക്ഷേ 2 വെയിലടിച്ചപ്പോഴേ പുല്ല് മുഴുവൻ വാടിപ്പോയി. കാരണം വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് കൊണ്ടാണത്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിലോട്ട് പോയിട്ട് ആ താഴത്തെ പാടശേഖരത്തിൻ്റെയൊക്കെ കാഴ്ചകൾ കാണാമെന്നോർത്ത് പോവുകയാണ്. ഫുള്ളായിട്ട് ചീങ്കല്ല്, ഒരു ചീങ്കല്ല് ഇത് മലയാണ്, ചീങ്കല്ല് മല. ഇത് പാലയാ, ഒരെണ്ണം പാലയാ. ഇത് പാലയാവാൻ ചാൻസ് ഇല്ല. എത്ര നാളായി ഒരു പാല കണ്ടിട്ട്. പാല തന്നെയല്ലേ, പിടിക്കാൻ അതൊക്കെ ഉണങ്ങി. പാലമരച്ചോട്ടിലിരിക്കും കുഞ്ഞി, അല്ലേ കുഞ്ഞി? പാലമരച്ചോട്ടിലാണോ നീ ഇരിക്കുന്നത്? ഇപ്പരി ഇല്ല. വാ, പോര്. കേട്ടോ, ഇതാണ് നരിമട. കണ്ടാ നീ? അവിടെ നിൽക്കുക. ഇതാണ് സംഭവം. കണ്ടോ? അവിടെ നിന്നാൽ മതി, ഇവിടെ നിന്നാൽ മതി. താഴോട്ടിറങ്ങണ്ട, നിനക്ക് അലൗഡ് അല്ല. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ മടയിലെത്തിയിട്ടുണ്ട്. നീ ഇവിടെ വന്നാൽ മതി, ഞാൻ അതിൻ്റെ അകത്തൊന്ന് ഇറങ്ങിയിട്ട് വരാം. അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരുന്നോണം. വാക്കസ്തേ,
ഇതിൻ്റെ അകത്തൂടെ അപ്പുറത്തോട്ടൊക്കെ പോകാം. ഇതാണ് നരിമട. ഇത് കാണാനാണ് നമ്മൾ കയറി വന്നത്. ഇറങ്ങണ്ട, അവിടെ വെച്ചാൽ മതി. കണ്ടോ, ഉള്ളിലൂടെ വന്ന് മുകളിലേക്ക് നോക്കാൻ പറ്റും. അവിടെ ഇരുന്നേ. അങ്ങോട്ടൊക്കെ പൊത്തുകളുണ്ട്, അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോകാൻ പറ്റുന്നതാണ്. ഇവിടുന്ന് ആഹാ, മെയിൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. വാവലുണ്ട്, 2 പേര് അങ്ങോട്ട് പാഞ്ഞിട്ടുണ്ട്. ഇതിലെ തന്നെ അങ്ങ് അറ്റത്ത് നമുക്കൊരു ചെറിയ വെട്ടം കാണാൻ പറ്റും. കുഞ്ഞു കയറിയത് മേളിൽ കയറി അവിടെ ഇരുന്നോ. അടിക്കൊള്ളു എൻ്റെ ഇന്ന്. ഇങ്ങോട്ട് മാറിയിരുന്നേ. അവിടെ ഇരുന്നു. അനുസരണ ഇല്ലാത്ത ഒരുത്തി ഇരിക്കുന്നുണ്ടോ? 7 ജില്ലയിലും അവൾക്ക് കുഴപ്പമില്ലായിരുന്നു. 8ാമത്തെ ജില്ലയിലോട്ട് കയറിയപ്പോൾ അവൾ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്നോളാം, ഞാനിപ്പോൾ വരാം. ആഹാ, വവ്വാലുണ്ട് കേട്ടോ. വവ്വാൽ ഓടിക്കളിക്കുന്നുണ്ട്. ഇതിൻ്റെ അടിയിലൂടെയൊക്കെ പോകാൻ പറ്റും കേട്ടോ. ബുദ്ധിമുട്ടി പോകണമെന്നേ ഉള്ളൂ. പക്ഷെ പെണ്ണിനെ അവിടെ കെട്ടിയിടാതെ ഇങ്ങോട്ട് പോരത്തില്ല. അവളാണ് ഇതുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് പോകാം, അപ്പുറത്ത് ചെല്ലാൻ പറ്റും. ഞാൻ പോയിട്ട് അവളെ ഒന്ന് കെട്ടിയിട്ടിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഗുഹയിലോട്ട് നമ്മൾ പോവാണ്. ഈശ്വര, ഗുഹയ്ക്കകത്തോട്ട് നമ്മൾ കുഞ്ഞി കയറി പതിയെ പോവാണ്. എന്നെ കാണാവോ? കണ്ട. അപ്പോൾ നമ്മൾ ഗുഹയ്ക്കകത്തൂടെ വെളിയിലോട്ടുള്ള വെട്ടം കണ്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഗുഹയിൽ നിന്ന് നോക്കുമ്പോൾ കാഴ്ചയെന്ന് പറഞ്ഞാൽ എന്നെ അടിപൊളിയാണെന്നറിയോ. ഇത് കുതിരാണ്ടണലിൻ്റെ അവസാന ഭാഗത്ത് എത്തിയ പോലെ ഉണ്ട്. ഒരു വെട്ടം മാത്രം. ഇതാണ് ആ ഗുഹ. നമ്മൾ ചെറിയ പൊത്തിക്കൂടിയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ നിന്നാണ് ശരിക്കും എൻട്രൻസ്. അപ്പോൾ വരുമ്പോഴുള്ള കാഴ്ച കണ്ടോ, പാടശേഖരമാണ് മൊത്തം. കൊയ്ത്ത് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കൊയ്ത്ത് കഴിഞ്ഞാൽ അന്നേരം ഇവിടെ പൂരവും തെറയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അവിടുത്തെ പോലത്തെ പരിപാടികളല്ല. അടാറ് വെടിക്കെട്ടും കാര്യങ്ങളും എല്ലാം നടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാടശേഖരത്തിൻ്റെ നടുവിലുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ നരിമടയുള്ളത്. അപ്പം നമ്മുടെ കേരള ടു കാശ്മീർ യാത്രയിൽ തൃശ്ശൂർ ജില്ലയിൽ വന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റിയത്. അപ്പോഴത്തെ ഈ വലിയ ചെറിയ നരിമടയാണ്. ഇതെനിക്ക് തോന്നുന്നത് പിന്നീട് ഇത് കുത്തിപ്പൊളിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കണ്ടിട്ട്. കാരണം ഇതൊക്കെ പൊളിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് ആദ്യമൊക്കെ ചെറിയ മട വല്ലതും ആയിരുന്നായിരിക്കും. പിന്നീടത് കൊത്തിപ്പൊളിച്ചതാണോ എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. ഇല്ലാതില്ല. നല്ല തുമ്മൽ, അടിപൊളി. വെട്ടുകല്ലാണ് കേട്ടോ, ചെങ്കല്ലാണ്. ചെങ്കല്ല്, ഇവിടെ ചെങ്കല്ലെന്ന് പറയും, നമ്മളവിടെ വെട്ടുകല്ലെന്ന് പറയും. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണല്ലോ. ചിലടത്ത് ചാളയെന്ന് പറയും, ചിലടത്ത് മത്തി എന്ന് പറയും. അത് തന്നെ സംഭവം. അപ്പോഴത്തെ അടിപൊളി. നരിമടയുടെ മുകളിൽ നിന്ന് ഉള്ള ഗുഹയ്ക്കകത്തോട്ടുള്ള ഓരോ പൊത്തുകളാണിത്. ഇങ്ങോട്ട് തന്നെ. ഇത് കണ്ടോ, നരി കയറിപ്പോയ വഴി കണ്ടോ? ഇത് കണ്ടോ, നിനക്ക് കയറി പോകാമെന്ന് നോക്കി. ഇതിൽ കയറി പോടി. ഇത് കണ്ടോ, കയറുന്നോ അതിൻ്റെ അകത്ത് നോക്കി. എല്ലാവരും ഉണ്ടോ നോക്കി. കയറിക്കോടി. എന്നിട്ട് ഞാൻ അപ്പുറത്ത് വരാം, അതിലിറങ്ങി വന്നാൽ മതി. വാ.
കുഞ്ഞിതേ നരിമടക്കൂടെ ഇറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നരിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ കുഞ്ഞി ഓടി 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 നരിമടയുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. വാ, അടിപൊളിയല്ലേ? നല്ല തണുപ്പുണ്ടല്ലേ? ഇവിടെ കിടന്നോ, ഇവിടെ കിടന്നോ, കിടന്നോ ഇവിടെ. നല്ല തണുപ്പുണ്ട്. ആ, അവിടെ ഇരുന്നേ, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ ഇരിക്കും. ആ, ഈ നരിമടയ്ക്കകത്തൊരു നരീനെ കണ്ടോ? നരി അവിടെ കിടക്കുകയാണോ? അപ്പോൾ ഇതാണ് ആ നരിമട. അപ്പം നരിമടയ്ക്കകത്ത് ഒരു നരി കിടക്കുന്നത് കാണിച്ചു തരാം. മടയ്ക്കകത്തൊരു നരി കിടക്കുന്നതുകൊണ്ടാ. ഇതാണ് ആ നരി. കുഞ്ഞി എന്നാണ് ഈ നരിയുടെ പേര്. അല്ലേ നരി? ആണോ? വവ്വാലുണ്ടോ ഇഷ്ടം പോലെ? നിനക്ക് വവ്വാലിനെ വേണോ? അപ്പോഴത്തെ നരീനെയും കൂട്ടിയൊരു സെൽഫി എടുക്കാം അല്ലേ? മടയുടെ വെളിയിലോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച ഇതാണ്. നല്ല അടിപൊളി കാഴ്ചകൾ. നിറയെ കിടക്കുന്ന പാടശേഖരങ്ങൾ. വിളഞ്ഞു കിടക്കുന്നത് നല്ല കേട്ടോ ആ കാണുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ ഓർക്ക് ഈ കിടക്കുന്ന പുല്ല്, ഈ പുല്ല് ഉണങ്ങി കിടക്കുന്നതാണല്ല, അത് വിളഞ്ഞു കിടക്കുന്ന പാടശേഖരമാണ്. നരിപ്പെണ്ണ് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ നരിപ്പെണ്ണ് ഒരു സെൽഫി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ആശാത്തി അവിടെ തന്നെ കിടക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ഇവിടെ തന്നെ കിടക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അവൾ വരാൻ ചാൻസ് ഇല്ല. ബാ, ഇവിടെ വന്ന് കിടന്നു. ഇവിടെ ഇച്ചം കൂടി തണുപ്പുണ്ടേ. ഇവിടെ ഈ തണുപ്പ് അനുഭവിക്കാനൊന്നുമല്ല ആൾക്കാർ വരുന്നത്. നോക്കിയേ, എന്നാ അടിപൊളി സ്പോട്ടാന്ന് നോക്കിയേ. ഇതിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ ആണ്. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പൊത്തുകളുണ്ട്. കുഞ്ഞി അവിടെ കിടപ്പുണ്ട്. കുഞ്ഞി പോസ് ചെയ്ത് കിടക്കുക കാര്യം പറഞ്ഞ ആശാത്തി. ഇതാണ് ആ നരിമട. നരിമടയിൽ ഇപ്പോൾ തൽക്കാലം ഒരു നരിയേ ഉള്ളൂ. ആ നരിയുടെ പേര് കുഞ്ഞി എന്നാണ്. വാ, കാറ്റടിക്കുന്നുണ്ട്. കാറ്റടിച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല സുഖമായിരിക്കും. ശരിയാണ്, ചെറിയ തണുപ്പ് കിട്ടുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണേ, താഴോട്ട് പോവാം. താഴോട്ട് പോവാം. അതാ ഇവിടെ കിടക്കുകയാണോ? ഈ വവ്വാലിൻ്റെ മണം അടിച്ച് ഇവിടെ കിടക്കാനുള്ള പരിപാടിയാണോ? ഈ ഗുഹയ്ക്കകത്തുനിന്ന് വെളിയിലോട്ട് നോക്കുമ്പോഴുള്ള സീൻ അടിപൊളിയാണ് കേട്ടോ. താഴോട്ട് യാത്ര ചെയ്യാൻ പോവാണ്. പോവാം പോവാം കുഞ്ഞി, പോവാം. അപ്പം നമ്മൾ ഈയാൽ പുരാതന ഗുഹയുടെ അവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്തുകൂടിയാണ് ഇറങ്ങി പോകുന്നത്. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ചെന്നാൽ ഇപ്പോൾ 9 മണിക്കേ തുറക്കത്തുള്ളൂ. ഞാൻ നേരത്തെ എത്തി. അപ്പോൾ കുഞ്ഞി ഇവിടെ ഉണ്ട്. കുഞ്ഞി വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ദേഹം മുഴുവൻ പൊടി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് മുഴുവൻ ഞാൻ ചെയ്യണം. അവിടെ കാര്യം വലിയ കഷ്ടമാണ്. പിന്നെ തുടങ്ങി എക്സർസൈസ് ഗേളാണ്. വണ്ടി വരുന്നുണ്ട്, ഇങ്ങോട്ട് മാറി. അപ്പോഴത്തെ കുഞ്ഞിനെ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. അവൾ നാട്ടുകാരെയൊക്കെ കണ്ടിരിക്കുകയാണ്. ഇത് കണ്ട, ഇവിടെ വന്നപ്പോഴത്തേക്കും കണ്ട ഒരു സീൻ കണ്ട, മണ്ണുകൊണ്ട് കയ്യാലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അടിപൊളിയാണ്. പണ്ട് കാലത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതുപോലെ മണ്ണ് വെച്ച് ഒരു തടിയൊക്കെ വെച്ച് അടിച്ച് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. നാട്ടിൽ മുഴുവൻ ഞാനടക്കമുള്ളവർ കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പോയി. ഇതാണ് ഈയാൽ ഗുഹ. ഇതിൻ്റെ അകത്താണ് കേട്ടോ.